തന്നെ അണ്ടർ ആംസിലുള്ള ഡിസ്കളറേഷൻ നല്ല രീതിയിൽ തന്നെ മാറ്റി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ആംസ് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ അണ്ടർ ആംസ് നോക്കുമ്പോൾ കറുത്തിരണ്ടും കളർ ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ഡാംഡോക് 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെന്റ്. പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് ഈ ഗ്ലൈക്കോളിക് ആസിഡിന്റെ അണ്ടർ ആം ട്രീറ്റ്മെന്റ് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലൈക്കോളിക് ആസിഡും ലാക്റ്റിക് ആസിഡും അലോ എക്സ്ട്രാക്റ്റുമാണ് കൂടുതലായിരിക്കും നമ്മുടെ ഈ ഡാംഡോക്കിന്റെ അണ്ടർ ആം ട്രീറ്റ്മെന്റിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർ ആംസിലുള്ള ഡിസ്കളറേഷൻ നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അണ്ടർ ആംസിലുള്ള നിറവും കോംപ്ലക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മുടെ ഈ ഡാംഡോക്കിന്റെ അണ്ടർ ആം ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാർബൺ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ആൽക്കഹോൾ ഫ്രീയും ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഡാംഡോക്കിന്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെന്റ്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. പ്രോഡക്റ്റിന്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഈ ഒരു ബോട്ടിലിൽ ഒരു ക്യാപ്പും കൂടി ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ക്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വേപ്പറൈസ് ചെയ്ത് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതൊരു സ്പ്രേ ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. കണ്ടോ, 2 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണുള്ളത്. 325 രൂപയാണ് നമ്മുടെ പർപ്പിൾ സൈറ്റിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില വരുന്നത്. എന്നാൽ വില കുറഞ്ഞും ഓഫർ ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്, അതായത് സ്മെല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കൂടി അനുഭവപ്പെടും കേട്ടോ. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു തരാം. രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ടർ ആംസിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ 2 അണ്ടർ ആംസിൽ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആകാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഡിസ്കളറേഷൻ ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടോൺ ചേഞ്ച് ചെയ്യാൻ, നല്ലൊരു കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടർ ആംസിലുള്ള ആ ഒരു ഡിസ്കളറേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അണ്ടർ ആംസിലെ ഡിസ്കളറേഷൻ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2 നേരം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ മിക്കവരുടെയും ഡൗട്ടാണ് എപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പൊ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലെങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കാണത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മുടെ അണ്ടർ ആംസിൽ മുറിവ്, ഡെർമറ്റൈറ്റിസ്, പിന്നെ അതുപോലെ സോറിയാസിസ്, ഇങ്ങനെ എന്തെങ്കിലും എക്സിമ ഇതുപോലുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നോബ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനോടൊക്കെ അടുത്ത് വെച്ചുകൊണ്ട് സ്പ്രേ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് നല്ലൊരു അകലം കീപ്പ് ചെയ്ത് തന്നെ സ്പ്രേ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ണിലോട്ടൊക്കെ ഇത് വീണിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കണ്ണിലെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിക്കളയുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുവാണെങ്കിൽ തന്നെ ഡോക്ടറിനെ കൂടി കാണുക കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും പെടാതെ സൂക്ഷിക്കുക. പിന്നെ ഏതെങ്കിലും കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ റിവ്യൂസ് ഷെയർ ചെയ്യുമ്പോൾ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ യൂസ് ചെയ്യാവുമെന്ന്. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിലൊന്നും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡാംഡോക് 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.